അപ്പോൾ ഗൈസ്, നമ്മൾ ഏറെക്കുറെ കോട്ടയുടെ ഭാഗത്തേക്ക് എത്തിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്ലോസ് ഫോർ രജിസ്ട്രേഷൻ. ഒരു ഇവിടെ ഉണ്ടായിരുന്നു ഐലൻഡിൻ്റെ നീഡ്സിന് വേണ്ടിയിട്ട്. അങ്ങനെയാണ് അവർ ഇതിൻ്റെ ഓൺലൈൻ ടൂറിൻ്റെ സാധനത്തിൻ്റെ അത് പറഞ്ഞേക്കുന്നത്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയാം. ഇനിയിപ്പം അടുത്ത എന്തൊക്കെയാണ് കാര്യങ്ങളെന്നുള്ളത് ഇതിൽ നമുക്ക് ഉണ്ട്. പിന്നെ ഇതുപോലെ തന്നെ നമുക്കൊരു 6 പൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മാപ്പ് പോലെ ഒരു സാധനം കിട്ടും. അതിന് നമ്മൾ എടുത്തില്ല. അപ്പം നമുക്ക് തപ്പി ചോദിച്ചു പോവാം. നമ്മൾ പറഞ്ഞ പോലെ ചോദിച്ചു പോവാം. എന്തായാലും നമുക്ക് വന്ന ക്ലൈമറ്റ് കറക്റ്റ് ക്ലൈമറ്റാ. വലിയ തണുപ്പുമില്ല. ഞാൻ ചുമ്മാ ഒരു ജാക്കറ്റ് എടുത്തിട്ടേ ഉള്ളൂ. ചെറിയൊരു കാറ്റായിരുന്നു. അപ്പൊ അതുകൊണ്ട് അടുത്ത സ്പോട്ട് ജയിന്റ് വെല്ലാണ്. അത് നമ്മൾ ആ പറഞ്ഞ 6 പൗണ്ടിന്റെ സാധനം എടുക്കണ്ടായിരുന്നു. എന്തായാലും ഇപ്പൊ ഓൺലൈനിൽ കിട്ടിയല്ലോ. കണ്ടോ? അപ്പം നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പറയാനുണ്ടെങ്കിൽ ഗൈസ്, നമ്മൾ ടിക്കറ്റ് ഓൺലൈൻ എടുക്കണം. ഒരാൾക്ക് 16 പൗണ്ടാണ് ഇങ്ങോട്ടുള്ള എൻട്രി. അപ്പം പിന്നെ നമ്മൾ പറഞ്ഞല്ലോ 11 മണിക്ക് മുമ്പും അതേപോലെ എന്ന് വെച്ചാൽ ഒരു ദിവസം വേറെ വരിക കേട്ടോ. ചില ദിവസങ്ങളിൽ 11 മണി, ചില ദിവസങ്ങളിൽ 11:30, 10:30 എന്ന് വെച്ചാൽ നമ്മൾ ഈ വേലിയിറക്കത്തിൻ്റെയും സമയം അനുസരിച്ചിരിക്കും. അപ്പം നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് അവർ പറയും, ലൈക്ക് നമ്മൾ സെലക്ട് ചെയ്ത ടൈമിൽ ഈ വേലിയേറ്റം ഉള്ള ടൈം ആണെങ്കിൽ അവർ ബോട്ട് ആഡ് ചെയ്യും. അപ്പോൾ നമ്മൾ വന്നപ്പോൾ ഇപ്പം 12:30 ആയി. പക്ഷെ നമ്മൾ ഇച്ചിരി നേരത്തെയാണ് ടൈം കൊടുത്തിരുന്നത്. 11 മണിയാണ് ടൈം കൊടുത്തത്. അപ്പോൾ 11:05 ആകുമ്പോഴേക്കും വെള്ളം മാറുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 11 ആയതുകൊണ്ട് ബോട്ട് അവർ ആഡ് ചെയ്ത് തന്നു. അപ്പം ഇവിടെ കൗണ്ടറിൽ ഇവിടെ വന്നപ്പോൾ QR കോഡ് ആദ്യം ഞങ്ങൾ വിചാരിച്ച ടിക്കറ്റിൻ്റെ ഒന്നും ആവശ്യമില്ലാന്നായിരുന്നു വിചാരിച്ചത്. കുറച്ചിങ്ങ് പോന്ന് കഴിഞ്ഞപ്പോൾ ഒരു QR കോഡ് സ്കാൻ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ബോട്ടിൻ്റെ ഒരു കൂപ്പൺസ് ഞങ്ങൾക്ക് തന്നു തിരിച്ചു പോകുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിവിടെ ഐലൻഡിൽ പറഞ്ഞ ടൈമിൽ എൻട്രി ചെയ്യണം. കാസ്റ്റിൽ എപ്പോൾ വേണേലും എൻട്രി ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ജയിൻറ്റ് വെൽ എന്ന് പറഞ്ഞ സ്പോട്ട്. സെക്കൻഡ് ജയിൻറ്റ് വെൽ ചിലപ്പോൾ മഴയുള്ള സമയത്തോ അങ്ങനെയൊക്കെ. 400 years the well was the main source of water. അതായത് ഈ കാസ്റ്റിലേക്കുള്ള വെള്ളത്തിൻ്റെ മെയിൻ സോഴ്സ് ഇതായിരുന്നു. ഈ വെള്ളമായിരുന്നു നേരത്തെ. തോന്നി ക്ലോസ് ചെയ്തിട്ടേക്കുന്നത്. അതെ, നാച്ചുറൽ സ്പ്രിംഗ് ഓൺ ദ ഐലൻഡ് ആൻഡ് സപ്ലൈഡ് വാട്ടർ ഫോർ ഐലൻഡ് അണ്ടിൽ ഇറ്റ് വാസ് കണക്റ്റഡ് ടു മെയിൻ സപ്പോർട്ട്. 100 വർഷം വരെ മെയിൻലാൻഡുമായിട്ട് കണക്ട് ചെയ്യുന്നിടം വരെ ഈ ഐലൻഡിലെ എല്ലാ വെള്ളത്തിൻ്റെ ആവശ്യങ്ങളും ഇതായിരുന്നു നിറവേറ്റിക്കൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത സ്പോട്ടിലോട്ട് പോവാം. അതെ, സ്റ്റേ ട്യൂൺഡ്.